എല്ലാരും ഒരു ഹോളിഡേ മോഡിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കൊക്കെ ബേർഡ്സിന് ഫുഡ് കൊടുക്കാനായിട്ട് പോന്നപ്പോ ഞങ്ങളും കൂടെ പോന്നു. ഇതാണ് ഞങ്ങളുടെ ചിക്കി. ഞങ്ങൾ എല്ലാരും കൂടി കണ്ടു കഴിഞ്ഞാല് പിന്നെ ആൾക്ക് പുറത്തിറങ്ങണം. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഹീറോ തപ്പു. അങ്ങനെ ഇവരുടെ കൂടെ കുറെ നേരം കളിച്ച് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഓടി വന്ന് ഒരു ചിക്കൻ കറി സെറ്റാക്കി. മുട്ട, ഇടിയപ്പം, ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡ് വാങ്ങി കറിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയായപ്പോഴേക്കും നമുക്ക് നെയ്ബറിന്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോയി നല്ല കിടിലൻ ബീഫ് ബിരിയാണി കഴിച്ചു. അവിടുത്തെ നേരെ നമ്മളൊരു കേക്കൊക്കെ വാങ്ങി ഇക്കാക്കാന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇന്ന് ഉമ്മച്ചിന്റെ ഉപ്പാനെയും 14th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചിന്റെ ഉപ്പാന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഉമ്മച്ചിന്റെ സിസ്റ്ററും ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. കാര്യമായിട്ടുള്ള ആഘോഷ പരിപാടികളൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഒരു മധുരം കഴിക്കുന്നതാണെങ്കിലും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഉപ്പയും ഉമ്മച്ചി പോയി കണ്ടിട്ടുള്ള കലാപരിപാടിയാണ് കേട്ടോ. എല്ലാവരും ഇക്കാക്കന്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഗുണിച്ചും ഹരിച്ചും ഗണിച്ചും ഒക്കെ ഇക്കാക്ക കേക്കൊക്കെ എല്ലാവർക്കും പങ്കിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് കുറെ നേരം സംസാരിച്ചിരുന്ന് ഇനി പുതാ ഫാമിലി പോവാൻ ഇറങ്ങാണ് കേട്ടോ.